ദശകം 63. ദദൃശിരേ കില തക്ഷണമക്ഷത സ്തനിത ജൃംഭിത കമ്പിത ദിക്തട സുഷമയാ ഭവദംഗതുലാം ഗത വ്രജപദോ പരിവാരിധരാസ്ത്വയാ. ദദൃശിരേ കില തക്ഷണം അക്ഷത സ്തനിത ജൃംഭിത കമ്പിത ദിക്തടാഹ സുഷമയാ ഭവദംഗതുലാം ഗതാഹ വ്രജപദോപരി വാര്യധരാഹ ത്വയാ. ദദൃശിരേ എല്ലാവരും കാണുകയാണ്. എന്താ കണ്ടത്? കില തക്ഷണം പെട്ടെന്ന് തന്നെ അക്ഷത ഇടമുറിയാത്തതായ മേഘങ്ങൾ, ഉഗ്രമായ കാർമേഘങ്ങൾ, സ്തനിത ജൃംഭിത കമ്പിത ദിക്തടാഹ ഇടിമുഴക്കത്തോടുകൂടി ധാരമുറിയാത്തതായ മഴ തുടങ്ങുവാൻ ഉള്ള രീതിയിൽ കാർമേഘങ്ങൾ തടിച്ചു കൂടിയിട്ട് സുഷമയ ഭവദംഗതുലാം ഗതാഹ ഭഗവാന്റെ ശരീരത്തിൻ്റെ ഭംഗിയോടുകൂടിയ കാർമേഘങ്ങൾ. നേരത്തെയൊക്കെ പറഞ്ഞത് ഭഗവാന്റെ ശരീരത്തിൻ്റെ നിറം കാർമേഘത്തിൻ്റെ വർണ്ണമാണെന്നാണ് അല്ലേ? ഇപ്പോൾ തിരിച്ചാണ് പറയുന്നത്. എന്തായാലും ഭഗവാന്റെ ശരീരത്തിൻ്റെ ആ ഭംഗിയോട് കൂടിയ കാർമേഘങ്ങൾ അവിടെ വ്രജപദോപരി വാര്യധരാഹ ഈ വ്രജത്തിന് മുകളിലായിട്ട് ആ കാർമേഘങ്ങളൊക്കെ വന്ന് ഉരുണ്ടുകൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടത് ഗോപന്മാർ സമർപ്പിക്കുന്ന ഗോവർദ്ധന യാഗം ആയിരുന്നു. ഇന്ദ്രന് നൽകാൻ ഉദ്ദേശിക്കുന്ന യാഗമാണ് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് അവർ ഗോവർദ്ധന പർവ്വതത്തിനായി ചെയ്തത്. എന്നിട്ട് ഈ ബ്രാഹ്മണരെയൊക്കെ അവർ യഥാവിധി ദക്ഷിണയെല്ലാം നൽകി നമസ്കരിച്ചു. ഗോവർദ്ധന പർവ്വതത്തിന് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ തന്നെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ സ്വരൂപം ധരിച്ചുകൊണ്ട് വന്ന് ആ യാഗത്തിൻ്റെ ഹവിസുകളെല്ലാം ഭുജിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഇന്ദ്രൻ ഇനി തൻ്റെ ഉപദ്രവം തുടങ്ങും എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇതുവരെ വന്നില്ല എന്ന കഴിഞ്ഞ ശ്ലോകത്തിൽ ചോദിച്ചത്. സുരേന്ദ്ര ക്രുദ്ധശ്ചേ ദ്വിജകരുണയാ ശൈലകൃപയാഭി അനാദങ്കോസ്മാകം നിയത ഇത് വിശ്വാസ്യ പശുപാൻ അഹോ കിം നായാദോ ഗിരിബിത് ഇത് സഞ്ചിന്യ. എന്തുകൊണ്ടാണ് ഇതുവരേക്കും ഇന്ദ്രൻ വരാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ദ്രൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് കാർമേഘങ്ങൾ വ്രജത്തിന് മുകളിലായിട്ട് ഉരുണ്ടുകൂടി ഉഗ്രമായി ഇടിമുഴക്കത്തോടുകൂടി അതിൻ്റെ ആ പ്രതിഷേധം തുടങ്ങി എന്നാണ് പറയുന്നത്. ദദൃശിരേ കില തക്ഷണമക്ഷത സ്തനിത ജൃംഭിത കമ്പിത ദിക്തട സുഷമയാ ഭവദംഗതുലാം ഗത വ്രജപദോ പരിവാരിധരാസ്ത്വയാ വിപുലകരകമിശ്രൈസ്തോയധാരാനിപാതൈ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാന്ന പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാ ബിഭീത്യേത്യബാണി. വിപുലകരകമിശ്രൈഃ തോയധാരാ നിപാതൈഃ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാത് നഃ പാഹി പാഹി ഇതി തേഷാം വചനം അജിത ശൃണ്വൻ മാ ബിഭീത ഇതി അഭാണി. വിപുലകരകമിശ്രൈഃ തോയധാരാനിപാതൈഃ ഇങ്ങനെ ഉഗ്രമായ കാർമേഘങ്ങളെല്ലാം ഈ വ്രജത്തിന് മുകളിൽ വന്ന് ഉരുണ്ടുകൂടി അത് വലിയ ആലിപ്പഴങ്ങളോടുകൂടി വിപുലകരകമിശ്രൈഃ വലിയ ഐസ് കട്ടകളോടുകൂടി പെയ്യാൻ തുടങ്ങി. അതും ധാരമുറിയാതെ തോയധാരാനിപാതൈഃ ധാരമുറിയാതെ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാന എല്ലാ ദിക്കുകളിലും ഈ ഗോപന്മാർ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു തുടങ്ങി. അപ്പോൾ കുപിത ഹരികൃതാജ്ഞ പാഹി പാഹീതി തേഷാം വചനം ആ കോപിഷ്ഠനായി ഇന്ദ്രൻ്റെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെല്ലാം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അജിത അലയോ ആർക്കും ജയിക്കാൻ കഴിയാത്ത ഭഗവാനെ ശൃണ്വൻ മാ ബിഭീത ഇതി അബാണി. അപ്പോൾ ഭഗവാൻ ഈ ഗോപന്മാരുടെ പ്രകാരമുള്ള അഭ്യർത്ഥന അല്ലെങ്കിൽ കരച്ചിൽ കേട്ടപ്പോൾ പറഞ്ഞു മാ ബിഭീത നിങ്ങൾ പേടിക്കണ്ട ഇതി അബാണി ഇപ്രകാരം ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഈ കാർമേഘം ഉരുണ്ടുകൂടിയത് എല്ലാം വലിയ വലിയ ആലിപ്പഴങ്ങളോടുകൂടി താഴേക്ക് ധാരമുറിയാതെ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഗോപന്മാരെല്ലാം വല്ലാതെ കഷ്ടത അനുഭവിക്കുന്നവരായി തീർന്നു. അവരെല്ലാവരും കൂടി സങ്കടത്തോടുകൂടി വന്ന് ഭഗവാനോട് പറയും ആ ഇന്ദ്രൻ്റെ
കോപം കൊണ്ടുണ്ടായ അനർത്ഥമാണിത്, ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് യാചിക്കുന്നു. അപ്പോൾ ഭഗവാൻ അവരോടെല്ലാം പറയുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന്. ഇപ്പോൾ ഇവിടെ ഈ ആലിപ്പഴം എന്ന് പറയും, ആലിപ്പഴം കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഉള്ളൂ. നമുക്കിവിടെ കേൾക്കാനേ പറ്റുള്ളൂ, കാരണം ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. ഉത്തരേന്ത്യയിലൊക്കെ നല്ല തണുപ്പ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ മഴയിലാണ് ഈ ആലിപ്പഴം ഉണ്ടാകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ്, മേഘാലയ. അത് നല്ല കട്ടിയുള്ള ഐസ് കേട്ടെ, നമുക്ക് മേത്ത് വീണാൽ നമ്മൾ വിഷമിച്ച് പോകും. വേദനയ്ക്ക് ശരി നന്നായിട്ട് വേദനിക്കും, പരിക്കൊക്കെ പറ്റും. അത്രയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ അത്ര കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഈ കിഴക്കേ ഭാഗത്താണ് കൂടുതലായിട്ടിത് വരുന്നതെന്നാണ് പറയുന്നത്. വലിയ കട്ടകൾ വരും, വലിയ ഐസ് കട്ടകൾ വന്ന് മേത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വീടുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അത് വീണാലും അതൊക്കെ താങ്ങാനുള്ള കൽപ്പുള്ളതൊക്കെ ആയിട്ട്. പിന്നെ അവിടെയൊക്കെ മേഘാലയയിലൊക്കെ ഈ ചിറാപുഞ്ചിക്കും മൗസിൻ ഡാമിനും അടുത്തുള്ള സ്ഥലമാണ്. ചിറാപുഞ്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ്. എന്നാൽ ഒത്തിരി സമുദ്രനിരപ്പ് ഉയർന്ന സ്ഥലവും കൂടിയാണ്. ഞാനവിടെ നിൽക്കുമ്പോൾ ഒരു 13 ദിവസം ധാര മുറിയാതെ മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ മഴ പെയ്താൽ അങ്ങനെ വെള്ളം നിൽക്കില്ല, കാരണം ഉന്നത പ്രദേശമായതുകൊണ്ട് ഒഴുകി താഴേക്ക് തുടർച്ചയായിട്ടൊക്കെ ഒഴുകി പൊക്കോളും. എന്നാൽ റോഡുകളൊന്നും ഒരു പ്രശ്നമില്ല, റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. ഇവിടെയൊക്കെ അല്ലാത്ത അവസ്ഥ തന്നെ റോഡ് മോശമാണ്. അപ്പോൾ അവിടെ റോഡിനും ഒന്നും പ്രശ്നമില്ല. എന്നാൽ ആ ഒരു കാലാവസ്ഥയോട് അവർ അനുയോജ്യമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആലിപ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് വസ്തുവാണ്. മഞ്ഞ് സീസൺ കഴിയുമ്പോഴാണ്, അതായത് ആ തണുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടി അന്തരീക്ഷം നിന്നിട്ട് ചിലപ്പോൾ അത് കട്ട കെട്ടി തങ്ങി നിൽക്കും അന്തരീക്ഷത്തിൽ. അത് ആ മഴവെള്ളം വീഴുമ്പോൾ ആ കൂട്ടത്തിൽ താഴേക്ക് വീഴുന്നതാണ്. വീഴുമ്പോൾ വലിയ കല്ല് കഷ്ണങ്ങൾ പോലെയൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതാണ് ഈ ആലിപ്പഴം. വിപുലകരകമിശ്രൈസ്തോയധാരാ നിപാതൈ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാജ്ഞ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വന്മാ ബിഭീതേത്യവാണി കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോ വിഹതിമിഹ സരുന്ധ്യാത് കോനുവ സംശയോസ്മിൻ ഇതി സഹസിതവാദി ദേവഗോവർദ്ധനാദ്രിം ത്വരിതമുദമ മൂലദോ ബാലദോർഭ്യാം കുലൈഹ ഖലു ഗോത്രഃ ദൈവതം ഗോത്രശത്രോഃ വിഹതിം ഇഹ സഹ രുന്ധ്യാത് കഹ नु वः സംശയഃ അസ്മിൻ ഇതി സഹസിതവാദി ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതം മൂലദഃ ബാലദോർഭ്യാം കുലൈഹ ഖലു ഗോത്രഃ. ഈ കുലത്തിൻ്റെ ഗോക്കളെ ത്രാണനം ചെയ്യുന്നത് ഈ പർവ്വതമാണ്, ഗോവർദ്ധന പർവ്വതമാണ്. അത് ദൈവതം ഗോത്രശത്രോഹ, ഈ ഗോത്രത്തിന് ശത്രുവായിട്ട് വരുന്ന ഇന്ദ്രനെ ആ ഗോവർദ്ധന പർവ്വതം പരിപാലിച്ചുകൊള്ളും, നിങ്ങളെ രക്ഷിച്ചുകൊള്ളും. വിഹതിം ഇഹസ രുന്ധ്യാത്, ആ ഗോവർദ്ധന പർവ്വതത്തിന് അതിനെ നിരോധിച്ചുകൊള്ളും, ആ കോപിച്ചിരിക്കുന്ന ഇന്ദ്രൻ്റെ കഷ്ടതകളെ. അതുകൊണ്ട് കഹ നു വഹ സംശയ, അതിൽ ആർക്കാണ് സംശയം ഉണ്ടാവുക? ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഗോവർദ്ധന പർവ്വതം നിശ്ചയമായും നിങ്ങളെ രക്ഷിച്ചുകൊള്ളും. ഇത് സഹസിതവാദി പ്രകാരം പുഞ്ചിരിയോടുകൂടി പറയുന്ന ഭഗവാൻ ഗോവർദ്ധനാദ്രിം, ഈ ഗോവർദ്ധന പർവ്വതത്തെ ത്വരിതം പെട്ടെന്ന് തന്നെ മൂലദഃ തൻ്റെ ഇടത് കൈകൊണ്ട് അതിൻ്റെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഉയർത്തിയെടുത്തു. ബാലദോർഭ്യം, ആ ഒരു ബാലൻ്റെ കൈകളെ കൊണ്ട് അങ്ങോട്ട് ഉയർത്തിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോപിഷ്ഠനായ ഇന്ദ്രൻ പെയ്യിക്കുന്ന മഴയിൽ നിന്ന് ഉണ്ടാകുന്ന കഷ്ടതകളിൽ ഒക്കെ ഈ ഗോവർദ്ധന പർവ്വതം നിങ്ങളെ രക്ഷിച്ചുകൊള്ളും, അതിലാർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് പുഞ്ചിരിയോടുകൂടി പറഞ്ഞ ഭഗവാൻ തൻ്റെ ഇടത് കൈ കൊണ്ട്, ആ ചെറിയ കുട്ടിയുടെ കൈകൾ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിന് അതിൻ്റെ മൂലത്തിൽ നിന്ന് ഉയർത്തിയെടുത്തു എന്നാണ് പറയുന്നത്. ഭാഗവത്തിൽ പറയും കൊ സപ്തഹായനോ ബാല, 7 വയസ്സുള്ള ഒരു ബാലൻ എങ്ങനെയാണ് ഈ പർവ്വതത്തെ ഉയർത്തിയെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചില ബാലലീലകളിൽ കാണാം, നീളം പോരാഞ്ഞിട്ട് ഉറിയിൽ ചാടി തൂങ്ങി അവിടെ കിടന്ന് ആടുന്ന രംഗമൊക്കെ കാണാം, അല്ലേ? അതും ഒരു മായാവിലാസം തന്നെ. ഇവിടെ ചെറിയ കൈകൾ കൊണ്ട് ഈ
ഉന്നതമായിരിക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെ മുഴുവനായിട്ട് ഉയർത്തിയെടുക്കുന്നതും മറ്റൊരു ലീല എന്നേ പറയാവൂ. എന്തായാലും ഭഗവാന്റെ ആ ഗോപന്മാരെ രക്ഷിക്കണം ഇന്ദ്രൻ്റെ കോപത്തിൽ നിന്ന് എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി ഭഗവാൻ അവിടെ ആ ലീലയും ആടുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോ വിഹതിമിഹ സരുന്ധ്യാത് കോനുവ സംശയോസ്മിൻ ഇത് സഹസിതവാദി ദേവഗോവർദ്ധനാദ്രിം ത്വരിതമുദമൂലതോ ബാലദോർഭ്യാം തദനു ഗിരിവരസ്യ പ്രോദ്രതസ്യാസ്യ താവത് സകതില മൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാന്തേനു ഗോപാനദസ്താദ് ഉപനിതദത്താ ഹസ്തപത്മേന ശൈലം തദനു ഗിരിവരസ്യ പ്രോദ്രതസ്യ അസ്യ താവത് സികതില മൃദുദേശേ ദൂരതഃ വാരിതാപേ പരികര പരിമിശ്രാൻ ധേനു ഗോപാൻ അധസ്താത് ഉപനിതത് അധത്താഹ ഹസ്തപത്മേന ശൈലം തദനു അനന്തരം ഗിരിവരസ്യ പ്രോദ്രുതസ്യ അസ്യ ഗിരിവരസ്യ ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രോദ്രുതസ്യ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ പർവ്വതത്തിൻ്റെ താവത് സികതില മൃദുദേശേ ദൂരതഃ വാരിതാപേ അതിന് താഴെയിലുണ്ടായിരുന്ന മാർദ്ദവമായ പ്രദേശം സികതില മൃദുദേശേ ആ മണൽപ്പരപ്പ് കൊണ്ട് മാർദ്ദവമായിരിക്കുന്ന പ്രദേശം ആ ഗോവർദ്ധന പർവ്വതത്തിന് താഴെ ഉണ്ടാകുന്ന ഭാഗത്ത് ദൂരതഃ വാരിത ആപേ വളരെ ദൂരെ തന്നെ നിരോധിക്കപ്പെട്ട ജലത്തോടു കൂടി ഈ മഴവെള്ളം ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ആ വിസ്താരം കാരണം ഈ ഭാഗത്തേക്കൊന്നും എത്തുന്നില്ല. ഭഗവാൻ നിൽക്കുന്ന ഭാഗത്തേക്കും അവിടെയുള്ള മനോഹരമായ മണൽപ്പരപ്പിലേക്ക് എത്തുന്നില്ല. അങ്ങനെ വളരെ ദൂരെയായിട്ട് നിരോധിക്കപ്പെട്ട ജലത്തോടു കൂടിയായ ആ ഗോവർദ്ധന പർവ്വതത്തിന് താഴെയുള്ള പ്രദേശത്ത് പരികര പരിമിശ്രാൻ എല്ലാ വീട്ടുപകരണങ്ങളും എടുത്തോണ്ട് പോകുന്നു. അവിടെ ഒരാഴ്ച താമസിക്കണം. അപ്പോൾ വീട്ടിലെല്ലാ സാധനവും കൊണ്ടുവരണ്ടേ? അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ പർവ്വതത്തിന് താഴെ വെച്ചിട്ട് ധേനു ഗോപാൻ അധസ്താദ് ധേനുക്കളെയും ഗോപന്മാരെയും ഒക്കെ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് നിർത്തി ഭഗവാൻ. അധസ്താദ് ഈ പർവ്വതത്തിന് താഴെ ഉപനിതൻ അവരെയൊക്കെ അവിടെ എത്തിച്ചിട്ട് അധത്താഹ ഭഗവാൻ ഇങ്ങനെ ഈ പർവ്വതം ഉയർത്തി പിടിച്ചുകൊണ്ട് ഹസ്തപത്മേന ഭഗവാന്റെ മനോഹരമായ കൈകൾ താമരപ്പൂ പോലെയുള്ള കൈകളെ കൊണ്ട് ശൈലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴെയുള്ള മൃദുലമായ മണൽപ്പരപ്പിൽ എല്ലാ ഗോപന്മാരെയും ഗോക്കളെയും അവരുടെ വീട്ടുപകരണങ്ങളെയും ഒക്കെ ചേർത്ത് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് നിർത്തി മനോഹരമായ ഭഗവാൻ തൻ്റെ കൈകളെ കൊണ്ട് ഈ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നിന്നു എന്നാണ് പറയുന്നത്. തദനു ഗിരിവരസ്യ പ്രോദ്രതസ്യാസ്യ താവത് സികതില മൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാൻ ധേനു ഗോപാനദസ്താത് ഉപനിതദത്താ ഹസ്തപത്മേന ശൈലം ഭവതി വിദുതശൈലേ ബാലികാഭിർവയസ്യൈ അഭിവിഹിത വിലാസം കേളിലാപാതിലോലേ സവിധമിളിതേനൂരേകഹസ്തേന കണ്ടു യതി സതി പശുപാല തോഷമൈഷന്ത സർവേ ഭവതി വിധൃതശൈലേ ബാലികാഭിഃ വയസ്യൈഃ അഭി വിഹിതവിലാസം കേളിലാപാതിലോലേ സവിധ മിളിതധേനു ഏകഹസ്തേന കണ്ടു യതി സതി പശുപാലാഃ തോഷം ഐഷന്ത സർവേ ഭവതി വിധൃത ശൈലേ ഭഗവാൻ ഇങ്ങനെ ഈ ശൈലത്തെ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ ബാലികാഭിഹി വയസ്യൈഹി ഭഗവാന്റെ സമപ്രായക്കാരായ കുട്ടികളും ഗോപവാന്മാരും ബാലികമാരും ഒക്കെ കൂടി അഭിവിഹിത വിലാസം കേളിലാപാതിലോലേ അവരോടുകൂടി വളരെ ഉത്സാഹത്തോടു കൂടി ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭഗവാനത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ അതിനിടയിൽ നമ്മളാണെങ്കിൽ ഇങ്ങനെ തമാശയൊക്കെ പറയാൻ പറ്റുമോ? ഇതെങ്ങനെ ചുമക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ? പക്ഷേ ഭഗവാൻ അത് നിസ്സാരമായിരുന്നു എന്ന് കാണിക്കുന്നതാണ് ഇവിടെ. അവിടെ അടുത്ത് വന്നു ചേർന്ന ഗോപന്മാരും ബാലികമാരുമായിട്ട് കളി തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോക്കുന്നു. ആ സമയത്ത് സവിധ മിളിതധേനു ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്ന ഈ ധേനുക്കൾ പശുക്കൾ
അവരും ഒരു ജീവാത്മാക്കളല്ലേ, അവരെല്ലാം ഭഗവാന്റെ ഭക്തരും കൂടിയാണ്. അപ്പോൾ അവരെല്ലാം വന്നിട്ട് അടുത്ത് നിന്നപ്പോൾ അവരെ ഏകഹസ്തേന കണ്ടു യതി, ഭഗവാൻ തൻ്റെ ഒരു കൈ കൊണ്ട് അവരെ ചൊറിഞ്ഞു എന്നാണ് പറയും, അവരെ തടവി. അപ്പോൾ അവരോടുള്ള ആ സ്നേഹവും ഭഗവാൻ അവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും കുട്ടികൾ അല്ലെങ്കിൽ ബാലികമാരെയും ഗോപകുമാരന്മാരെയും ഒക്കെ കൂടി തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പശുക്കളെയും കൂടി ഭഗവാൻ സന്തോഷിച്ചിരിക്കുന്ന നിൽക്കുന്നുണ്ട്. അപ്പോൾ പശുപാലാഹ തോഷമൈഷന്ത സർവേ, എല്ലാ ഗോപന്മാരും വളരെയധികം ആനന്ദം അനുഭവിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ ഒന്നാമത് ഈ ദേവേന്ദ്രൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചതിന് വളരെ നന്ദിയോടുകൂടി ഭഗവാനോട് എന്താ പറയുക, അവരുടെ സന്തോഷം അറിയിക്കുന്നു. കൂടാതെ തങ്ങളുടെ കുട്ടികളെയും ഗോക്കളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെ അവരെന്തെന്നില്ലാത്ത സ്നേഹാദരോടുകൂടി നോക്കി എന്നാണ് പറയുന്നത്. ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈ അഭിവിഹിതവിലാസം കേളിലാപാതിലോലേ സവിധമിളിതധേനൂരേകഹസ്തേന കണ്ടു യതി സതി പശുപാല തോഷമൈഷന്ത സർവേ അതിമഹാൻ ഗിരിരേഷതു വാമകേ കരസരോരുഹിതം ധരതേ ചിരം കിമിദമദ്ഭുതമദ്രിബലം നിധി ത്വദവലോകി വിരാകതി ഗോപകൈ. അതിമഹാൻ ഗിരിഹി ഏഷ തു വാമകേ കരസരോരുഹി തം ധരതേ ചിരം കിം ഇദം അദ്ഭുതം അദ്രിബലം नु ഇതി ത്വദവലോകിഭിഃ ആകതി ഗോപകൈഃ. അതിമഹാൻ ഗിരിഹി, വളരെ ബൃഹത്തായ പർവ്വതമാണ് ഈ ഗോവർദ്ധനം എന്ന് പറയുന്നത്. ഇത് ഗോവർദ്ധന പരിക്രമണം എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നവരെ ഈ പർവ്വതത്തെ പ്രദക്ഷിണം വയ്ക്കും. ഏകദേശം 11 കിലോമീറ്ററോളം വരുന്നവർ. അത്രയ്ക്ക് വിശാലമായിരിക്കുന്ന ഈ പർവ്വതത്തെയാണ് ഈ ഭഗവാൻ ഇടത് കൈയിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. അപ്പോൾ ഇത്ര ബൃഹത്തായിരിക്കുന്ന ഈ പർവ്വതത്തെ ഏഷതു വാമകേ കരസരോരു, തൻ്റെ ഇടത് കൈയിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ധരതേ ചിരം, ഇങ്ങനെ വളരെയധികം നേരം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. കിം ഇതം അദ്ഭുതം, ഇതെന്തൊരു അദ്ഭുതമാണിത്. ഇത് അദ്രിബലം ഇത് ഈ പർവ്വതത്തിന് എന്തെങ്കിലും ബലം കൊണ്ടാണോ ഇങ്ങനെ സംഭവം? എടുത്തു പിടിച്ച ആളെയല്ല എപ്പോഴും പറയുന്നത്. ഭഗവാൻ ഒരിക്കലും തൻ്റെ മാഹാത്മ്യത്തെ അങ്ങനെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഒരിടത്തും പറയാറുമില്ല ഞാനാണിത് ചെയ്തത്. മറ്റുള്ളവർ കണ്ടറിഞ്ഞിട്ട് അവരെന്തെങ്കിലും കുറച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ഈ പൊക്കിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഇവർക്കെല്ലാം തോന്നുന്നത് ഈ പർവ്വതത്തിന് എന്തെങ്കിലും പ്രത്യേകത കൊണ്ടായിരിക്കുമോ അല്ലേ? നമ്മൾ ചിലപ്പോൾ ഈ ബേസ് ബോർഡ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല എന്ന് പറഞ്ഞതുപോലെ വല്ലതും ആണോ ഇത് എന്നൊരു സംശയം ഇവർക്കുണ്ടായെന്ന് പറയും. ത്വദ് അവലോകിഭിഃ ആഗതി ഗോപകൈഃ. ഇപ്രകാരം ഭഗവാനെ നോക്കി നിൽക്കുന്ന ആ ഗോപന്മാർ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ബൃഹത്തായിരിക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെ വളരെയധികം സമയമായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ രംഗം കണ്ടിട്ട് ഗോപന്മാരൊക്കെ അത്ഭുതം കൂറുകയാണ്. ഇത് ഈ പർവ്വതത്തിന് എന്തെങ്കിലും പ്രത്യേകത കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഭഗവാൻ ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചതെന്ന് അവർ പറയുകയാണ്. അതിമഹാൻ ഗിരിരേഷതു വാമകേ കരസരോരുഹിതം ധരതേ ചിരം കിമിദമദ്ഭുതമദ്രിബലം നിധി ത്വദവലോകി വിരാകതി ഗോപകൈ. അത് അത്ഭുതം എന്ന് പറയരുത് കേട്ടോ, അദ്ഭുതം ദ എന്ന് തന്നെ പറയണം കേട്ടോ, ശ്രദ്ധിക്കണം. അത്ഭുതം എന്നുള്ള ഉച്ചാരണം വേണ്ട, അദ്ഭുതം അദ്ഭുതം അങ്ങനെ വേണം ഉച്ചരിക്കാൻ. എല്ലായിടത്തും ഈ താ ചന്ദ്രകല വരുന്നത് ത എന്ന് തന്നെ ഉച്ചരിക്കണം, ഇല്ല് വരരുത്, ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. അഹഹ ദാഷ്ട്യമമുഷ്യവടോർഗിരിം വ്യതിതബാഹുരസൗവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസ സപ്തകമുഗ്രമവർഷയത്. അഹഹ ദാഷ്ട്യം അമുഷ്യവടോഹ ഗിരിം വ്യതിതബാഹു അസൗ അവരോപയേത് ഇതി ഹരിഃ ത്വയി ബദ്ധവിഗർഹണഃ ദിവസസപ്തകം ഉഗ്രം അവർഷയത്. ആഹഹ ദാഷ്ട്യം അമുഷ്യവടോഹു. ഈ ചെക്കൻ്റെ അഹങ്കാരം ഇത്തിരി കൂടുന്നുണ്ട്. ഇന്ദ്രൻ കരുതുകയാണ് മനസ്സിൽ. ഇങ്ങനെ ഈ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചൊക്കെ നിൽക്കുകയല്ലേ,
കുറച്ച് കഴിയുമ്പോൾ കാണാം ഇയാളുടെ കൈ കഴിക്കുമ്പോൾ താഴെ വയ്ക്കില്ലേ എന്നാണ് ഇന്ദ്രൻ കരുതുന്നത്. അപ്പോൾ വ്യതിത ബാഹുഹു അസൗ അവരോപയേൻ, കൈ വേദനിച്ചിട്ട് ഈ ഗോവർദ്ധന പർവ്വതത്തെ എന്തായാലും താഴെ വയ്ക്കും. ഇതി പ്രകാരം ഹരിഹി, ആ ദേവേന്ദ്രൻ ത്വയ് ബദ്ധവിഗർഹണ, അങ്ങയിൽ വളരെയധികം നിന്ദയോട് കൂടിയവനായ ദേവേന്ദ്രൻ എന്തു ചെയ്തു? ദിവസസപ്തകം, 7 ദിവസം ഉഗ്രം അതികഠിനമായിട്ട് അവർഷയത്, മഴ പെയ്യിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ കൈ കഴിച്ചിട്ട് എന്തായാലും ഗോവർദ്ധന പർവ്വതം താഴെ വയ്ക്കും എന്ന് കരുതിയിരുന്ന ആ ഇന്ദ്രൻ ഭഗവാനിൽ വളരെയധികം നിന്ദയോടുകൂടി, ഒട്ടും ഭഗവാന്റെ മഹാത്മ്യത്തെ കണക്കാക്കാത്തവനായിട്ട് ഇന്ദ്രൻ കഠിനമായ മഴ 7 ദിവസം അങ്ങ് തുടർച്ചയായിട്ട് പെയ്യിച്ചു എന്നാണ് പറയുന്നത്. അഹഹ ദാഷ്ട്യമമുഷ്യവടോർഗിരിം വ്യതിതബാഹുരസൗ അവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസസപ്തകമുഗ്രമവർഷയത് അചലദിത്ത്വയി ദേവപദാത്പദം ഗളിത സർവജലേ ചഖനോത്കരേ അപഹൃതേ മരുതാം പദി ത്വദഭിശങ്കിദധി സമുപാദ്രവത്. അചലദിത്വയി ദേവ പദാത്പദം ഗളിത സർവജലേ ചഖനോത്കരേ അപഹൃതേ മരുതാം പദി ത്വദഭിശങ്കിദധി സമുപാദ്രവത്. അജലദിത്വയി ദേവാലയോ ഭഗവാനെ, അങ്ങ് ആ 7 ദിവസം കഠിനമായ മഴയുണ്ടായിട്ട് നിന്ന് നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. ആലോചിച്ച് നോക്കണം ഭഗവാന്റെ ആ അതിശയകരമായ മഹാത്മ്യം. എന്നിട്ടോ ഗളിത സർവജലേജ ഖനോത്കരേ, ഈ മഴക്കാറ് അതിൽ കരുതി കൊണ്ടുവന്നിരുന്ന വെള്ളമെല്ലാം തീർന്നുപോയി. 7 ദിവസം പെയ്യിച്ചപ്പോൾ അയാളുടെ സ്റ്റോക്ക് തീർന്നുപോയി. അപ്പോൾ പിന്നെന്താ ചെയ്യുക? പിന്നെന്തെങ്കിലും ചെയ്യാൻ പറ്റും? അവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപഹൃതേ മരുത, ഈ മഴയോടൊപ്പം കാറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെങ്കിലും കാർമേഘം അവശേഷിച്ചോ ഈ കാറ്റും കൊണ്ടുപോയി. പിന്നെ എങ്ങനെ മഴ പെയ്ക്കുക? ഇനി കഴിഞ്ഞില്ലേ, സ്റ്റോക്ക് കഴിഞ്ഞില്ലേ. അപ്പോൾ മരുതാം പതി, ഈ മരുത്തുക്കളുടെയൊക്കെ പതിയായിരിക്കുന്ന ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ത്വദഭിശങ്കിദധി, ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അപ്പോൾ ഒരു സംശയം ഉണ്ടായി. ഞാൻ ഉദ്ദേശിച്ച ആളല്ല ഇതെന്ന് ഏകദേശം ഇന്ദ്രന് ധാരണയായി. എന്നിട്ട് എന്ത് ചെയ്തു? സമുപാദ്രവത്, ഓടി ഒളിച്ചു കഴിഞ്ഞു. ഇദ്ദേഹം ഓടി ഒളിച്ചു കളഞ്ഞു. നേരെ വന്ന് നിൽക്കാനുള്ള ആ ഒരു മനോബലം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പോയി ഒളിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് 7 ദിവസം ദേവേന്ദ്രൻ മഴ പെയ്യിച്ചപ്പോൾ ഭഗവാൻ നിന്ന നിൽപ്പിൽ നിന്ന് ഇളകാതെ നിൽക്കുന്നത് കണ്ട് ഇങ്ങനെ ഇന്ദ്രൻ വളരെയധികം നിന്ദയോടുകൂടിയാണ് ആദ്യം ഭഗവാനെ സ്മരിച്ചതെങ്കിലും പിന്നീട് മഴയെല്ലാം പോയി കാർമേഘമെല്ലാം ദൂരെ കാറ്റിനാൽ അപഹരിക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് ഇന്ദ്രൻ എവിടെയെന്നില്ലാതെ ഓടി ഒളിച്ചു കളഞ്ഞു, നേരെ വരാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്. അചലദിത്വയി ദേവപദാത്പദം ഗളിത സർവജലേ ചഖനോത്കരേ അപഹൃതേ മരുതാം പദി ത്വദഭിശങ്കിദധി സമുപാദ്രവത്. ശമമുപേയുഷി വർഷഭരേ തദാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിതഭൂധര പ്രമുദിതൈ പശുഭൈ പരിരേഭിഷേ. ശമമുപേയുഷി വർഷഭരേ തദാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിതഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. ശമമുപേയുഷി വർഷഭരേ തദാ, ഇങ്ങനെ ഇപ്രകാരം 7 ദിവസം തുടർച്ചയായി നിന്ന് പെയ്ത ആ മഴ, അതിനൊക്കെ ഒരു ശമനം വന്നു. അപ്പോൾ പശുപധേനുകുലേജ വിനിർഗതേ, ഗോപന്മാരും പശുക്കളുമൊക്കെ ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴെ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സമുപാഹിത ഭൂതരഹ ഭുവി, ഈ ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ താഴെ വെച്ചു. അപ്പോൾ പ്രമുദിതൈഹി, വളരെ സന്തോഷത്തോടുകൂടി പശുപൈഹി, ഗോപന്മാർ പരിരേഭിഷ, ഓടി വന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ചു. ഒരുപക്ഷെ നമ്മളുടെ കുലം തന്നെ നശിച്ചു പോയേക്കാമായിരുന്ന ആ ഇന്ദ്രകോപത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചത് ഈ ഭഗവാനാണെന്ന് അവർക്ക് ഏകദേശം ഒരു ധാരണയായി. അപ്പോൾ
അപ്പോൾ അവരെല്ലാവരും ഭഗവാന്റെ അടുത്ത് ഓടി വന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കാൻ ഉള്ള ആ ഒരു ശ്രമമാണ് ഇവിടെ കാണിക്കുന്നത്. ശമമുപേയുഷി വർഷഭരേ തദാ പശുബധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിതഭൂതര മുരുദൈ പശുഭൈ പരിരേഭിഷേ ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിതരോദ്ധരണേ തവ കശ്രമ ഇതിനുദസ്ത്രിദശൈകമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗദാത്. ധരണിം ഏവ പുരാ ധൃതവാൻ അസി ക്ഷിതിധര ഉദ്ധരണേ തവ കഹ ശ്രമഃ ഇതിനുദഃ ത്രിദശൈഃ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗദാത്. ധരണിമേവ പുരാ ധൃതവാൻ അസി. ഭഗവാനെ അങ്ങ് പണ്ട് വരാഹാവതാരത്തിൽ ഭൂമിയെ തന്നെ മുഴുവനായിട്ട് പൊന്തിച്ചോണ്ട് വന്ന ആളല്ലേ. അപ്പോൾ ഈ ഭൂമിയുടെ ഒരു ചെറിയ പൊട്ട് പോലും വലിപ്പമില്ലാത്ത ഈ മഹേന്ദ്ര പർവ്വതം അല്ലെങ്കിൽ ഈ ഗോവർദ്ധന പർവ്വതം ഇത് ഉയർത്തിപ്പിടിക്കുക അങ്ങേക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക? ആലോചിച്ച് നോക്കൂ അല്ലേ. മൊത്തമായിട്ട് ഭൂമിയെ തന്നെ ഉയർത്തിപ്പിടിക്കാനായിട്ട് വരാഹാവതാരത്തിൽ ഭഗവാൻ സാധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കൃഷ്ണാവതാരത്തിൽ ഒരു കൈ കൊണ്ട് ആ ഭൂമിയുടെ ചെറിയൊരംശം എന്ന് പറയാൻ തന്നെ ഇല്ലാത്ത ഈ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിക്കുന്നത് എങ്ങനെയാണ് അങ്ങേക്ക് വിഷമത ഉണ്ടാവുക? ഇതിനുതഹ ത്രിദശൈഹി. ഇപ്രകാരം ത്രിദശന്മാർ ദേവന്മാരാൽ നുതഹ സ്തുതിക്കപ്പെട്ടവനായ കമലാപദേ അല്ലയോ ലക്ഷ്മിവല്ലഭനായ ഗുരുവായൂരപ്പ ഗുരുപുരാലയ പാലയ മാം ഗദാത്. എന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പണ്ട് വരാഹാവതാരത്തിൽ പൂർണ്ണമായിട്ടും ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന അങ്ങയ്ക്ക് അതിൻ്റെ ചെറിയൊരു അംശം പോലും അല്ലാത്ത ഈ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിക്കാനായിട്ട് എന്ത് വിഷമതയാണ് ഉണ്ടാവുക എന്ന് ദേവന്മാരാ സ്തുതിക്കപ്പെട്ടവനായ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റിത്തരണേ എന്ന് എൽപ്പത്തിൽ പ്രാർത്ഥിക്കുന്നു. ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിതരോദ്ധരണേ തവ കശ്രമ ഇതിനുദസ്ത്രിദശൈകമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗദാത്.